മാസപ്പടി കേസിൽ പിണറായി വിജയന്റെ മകൾ വീണ വിജയന് അപകടകരമായ അവസ്ഥ എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. മൊഴികളിൽ പൊരുത്തക്കേടുകൾ ഇഡി കണ്ടെത്തിയിരിക്കുന്നു. പല ഉത്തരങ്ങളും വൈരുദ്ധ്യത നിറഞ്ഞതാണ്. അതോടൊപ്പം തന്നെ വീണ നൽകിയ മൊഴികളിൽ പലതും ഇപ്പോൾ വീണയ്ക്ക് തന്നെ വൻ തിരിച്ചടിയായി മാറുന്നു. വീണ വിജയന്റെ മൊഴി തന്നെയാണ് ഇപ്പോൾ ഇഡിക്ക് ഒരു തുറപ്പുചീട്ടാകുന്നത്. കൂടാതെ CMRL എസ്ലാലോജിക്കൽ ഇടപാടിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും ചോദ്യം ചെയ്യുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. വീണയ്ക്കുള്ള കുരുക്കുകൾ അല്ലെങ്കിൽ അവരുടെ തന്നെ മൊഴികളിൽ ഉണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. പരസ്പര വിരുദ്ധതും അതോടൊപ്പം തന്നെ തെറ്റായതുമായ വീണയുടെ സ്റ്റേറ്റ്മെന്റുകൾ വെച്ച് തന്നെ കേസ് മുന്നോട്ട് കൊണ്ടുപോകാനും തെളിവുകൾ ഉണ്ടാക്കാനും സാധിക്കുമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഇപ്പോൾ കരുതുന്നത്. എന്തായാലും വീണ വിജയനെ കസ്റ്റഡിയിലെടുക്കുമെന്നാണ് ഇഡി വൃത്തങ്ങളിൽ നിന്നും ഇതിനായി ഉടൻ തന്നെ വീണയ്ക്ക് സമൻസ് നൽകുമെന്നാണ് ലഭിക്കുന്ന അന്വേഷണ ഏജൻസികൾ തന്നെ ലഭിക്കുന്ന സൂചനകൾ. കൊച്ചിയിൽ ഇഡി ഓഫീസിൽ കഴിഞ്ഞ ദിവസം നടന്ന 8 മണിക്കൂറിലകം നീണ്ട ചോദ്യം ചെയ്യലിന് പിന്നാലെയാണ് വീണ്ടും ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഇഡി ഇപ്പോൾ നോട്ടീസ് അയക്കാൻ പോകുന്നത്. ആദ്യഘട്ട ചോദ്യം ചെയ്യലിൽ ലഭിച്ച മറുപടികളിൽ പലതും ഇഡിക്ക് തൃപ്തികരമല്ല എന്നാണ് ലഭിക്കുന്ന വിവരം. അതിന്റെ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് CMRLന് ഏതെങ്കിലും തരത്തിലുള്ള സേവനങ്ങൾ നൽകിയതായി തെളിയിക്കുന്ന രേഖകളൊന്നും തന്നെ ഹാജരാക്കാൻ വീണയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇഡി ഉദ്യോഗസ്ഥർ ഇപ്പോൾ പറയുന്നത്. കൂടാതെ CMRL പ്രതിനിധികളുമായി നേരിട്ടായിരുന്നു ചർച്ചകൾ നടത്തിയതെന്നും അത്തരത്തിലുള്ള ഗൈഡൻസുകളാണ് നൽകിയതെന്നാണ് വീണയുടെ മൊഴി. കൂടാതെ എസ്ലാലോജിക്കൽ എന്ന കമ്പനി നിലവിൽ പ്രവർത്തനക്ഷമമല്ലാത്തതിനാൽ അത്തരം സേവനങ്ങൾ സംബന്ധിച്ച കൂടുതൽ രേഖകൾ കൈവശമില്ല എന്നും അവർ വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ ഇല്ലാത്ത സേവനത്തിനാണ് പണം നൽകിയതെന്ന് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ കണ്ടെത്തലുകളെ ശരിവെക്കുന്ന നിഗമനങ്ങളിലേക്കാണ് ഇഡിയും ഇപ്പോൾ എത്തുന്നത്. CMRL എസ്ലാലോജിക്കൽ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസിൽ വീണ വിജയനെ 8 മണിക്കൂറായിരുന്നു മുമ്പ് ഇഡി ചോദ്യം ചെയ്തത്. ഭർത്താവും MLA-മായ മുഹമ്മദ് റിയാസിന്റെ ഒപ്പമാണ് വീണ വിജയൻ ഇഡിയുടെ കൊച്ചിയിൽ ഓഫീസിലേക്ക് എത്തിയത്. മുഹമ്മദ് റിയാസിനെ മറ്റൊരു മുറിയിൽ ഇരുത്തിയ ശേഷം ഇഡി ഒറ്റയ്ക്കാണ് വീണയെ ചോദ്യം ചെയ്തത്. കരിമണൽ കമ്പനിയായ CMRL നിന്ന് എന്തിനാണ് പണം ലഭിച്ചതെന്ന് വ്യക്തമാക്കുന്ന രേഖകൾ സഹിതം ഹാജരാക്കാനാണ് വീണയോട് ഇഡി ആവശ്യപ്പെട്ടത്. ഈ കേസുമായി ബന്ധപ്പെട്ട് CMRL ജോയിനിംഗ് മാനേജിംഗ് ഡയറക്ടർ ശരൺ എസ് കർത്ത, ഡയറക്ടർ ജയ എസ് കർത്ത എന്നിവരെ കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഇഡി ചോദ്യം ചെയ്തത്. കഴിഞ്ഞ 15 വർഷത്തെ സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ ഇവർ ഇഡിക്ക് മുമ്പാകെ ഹാജരാക്കിയതാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. പിണറായി വിജയന്റെ മകൾ വീണ ടിയുടെ എസ്ലാലോജിക്കൽ എന്ന സ്ഥാപനത്തിന് എന്ത് സേവനത്തിനാണ് പണം നൽകിയത് എന്നാണ് ഇഡി കൂടുതലായി അല്ലെങ്കിൽ ഇഡിക്ക് കൂടുതലായി ചോദിച്ചറിയേണ്ടത്. ഈ സാമ്പത്തിക ഇടപാടിന്റെ കൂടുതൽ വിവരങ്ങളാണ് ശരണിൽ നിന്നും ഇഡി തേടിയത്. CMRLന്റെ സഹോദര സ്ഥാപനമായ എംപവർ ഇന്ത്യയിൽ നിന്ന് വീണയ്ക്ക് ഈ എംപവർ എന്ന കമ്പനിയാണ് വീണയ്ക്ക് ലോണായി 50 ലക്ഷം രൂപ നൽകിയത്. അത് എന്തിനാണ് എന്നാണ് ഇഡി ഉദ്യോഗസ്ഥർ ഇപ്പോൾ ചോദിക്കുന്നത്. ഇതിന്റെ ഡയറക്ടറായ ജയിൽ നിന്ന് ലോൺ നൽകിയ പശ്ചാത്തലവും തിരിച്ചടവുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഇഡി ഇപ്പോൾ തേടുന്നത്. CMRL നിന്ന് 1.72 കോടി രൂപ വീണയിലേക്കും എസ്ലാലോജിക്കലിലേക്കും എത്തിയതിന്റെ വിനിയോഗം സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ കൈമാറാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. കൂടാതെ CMRLന്റെ അനുബന്ധ സ്ഥാപനമായ EICPL വീണയുടെ കമ്പനിക്ക് നൽകിയ വായ്പയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കും വ്യക്തമായ മറുപടി ഉണ്ടായിരുന്നില്ല. വീണ നൽകിയ മൊഴികളിൽ ഗൗരവകരമായ പൊരുത്തക്കേടുകൾ ഉണ്ടെന്നും അത് ആഴത്തിൽ പരിശോധിക്കേണ്ടതാണ് എന്നാണ് ഇഡി അധികൃതർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട് SFIO തയ്യാറാക്കിയ കുറ്റപത്രത്തിലെ അനുബന്ധ രേഖകൾ ഉടൻ തന്നെ ഇഡിക്ക് ലഭ്യമാകും. ഈ രേഖകൾ കൂടി പരിശോധിച്ച ശേഷമായിരിക്കും വീണയെ വീണ്ടും വിശദമായി ചോദ്യം ചെയ്യുക എന്നാണ് ഇപ്പോൾ ഇഡി വൃത്തങ്ങളിൽ നിന്നും അറിയുന്ന സൂചനകൾ.